നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യെസ്, ഒടുവിൽ 19 ദിവസങ്ങൾക്ക് ശേഷം നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തി. ഒന്നും പോയിട്ടില്ലടാ, ആ മികവൊക്കെ അങ്ങനെ തന്നെ അവിടെയുണ്ട് എന്ന് കാണിക്കുന്ന തരത്തിലുള്ളൊരു പ്രകടനമാണ് നെയ്മർ ജൂനിയർ ഇന്ന് കളിക്കളത്തിൽ പുറത്തെടുത്തിരിക്കുന്നത്. വെറും 23 മിനിറ്റ് നേരമാണ് അദ്ദേഹം കളിക്കളത്തിൽ ഉണ്ടായിരുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട് അവസാന ഘട്ടത്തിലാണ് വന്നത്. വന്നതും അദ്ദേഹത്തിൻ്റെ മനോഹരമായ നീക്കങ്ങൾ നമ്മൾ കണ്ടു. ഒരു ഫ്രീ കിക്ക്, ഒരു ഫേക്ക് ഇട്ടടിക്കുന്ന ഫ്രീ കിക്ക്, അതൊക്കെ ഗോൾ എന്ന് ഉറപ്പിച്ചതാണ്. അതുപോലെ സുന്ദരമായിട്ടുള്ള നീക്കങ്ങളെ എതിരാളികൾ അനായാസം മറികടന്ന് പോകുന്ന നെയ്മർ ജൂനിയർ, യെസ്, നെയ്മർ തീപ്പൊരി പ്രകടനവുമായിട്ട് മടങ്ങിയെത്തിയിട്ടുണ്ട്. നോക്കുക, ഈ കളിയിൽ ഏറ്റവും അധികം ഷോട്ടുകൾ, സാൻഡോസിന് വേണ്ടി ഏറ്റവും അധികം ഷോട്ടുകൾ തീർത്ത താരം നെയ്മറാണ്. വെറും 23 മിനിറ്റാണ് കളിച്ച് 2 ഷോട്ടുകൾ. അതോടൊപ്പം ഏറ്റവും അധികം ചാൻസസ് ക്രിയേറ്റ് ചെയ്തത് അതും നെയ്മറാണ്, 3 എണ്ണം. എന്തായാലും ഫോർട്ടലസക്കെതിരെയുള്ള ഈ മത്സരം സാൻഡോസ് ജയിച്ചില്ല. പക്ഷേ നെയ്മർ ആരാധകർക്ക് ഇതൊരു വലിയ വിജയം തന്നെയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട താരമിത കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. അദ്ദേഹം മികച്ച പ്രകടനം തന്നെ നടത്തിയിരിക്കുന്നു. ഫോർട്ടലസയുമായിട്ട് 1-1 സമനിലയിൽ പിരിഞ്ഞ മത്സരത്തിൽ ബഴേറയിലൂടെ ആദ്യം ഗോൾ അടിച്ചത് ഫോർട്ടലസയാണ്. പിന്നീട് 74-ാമത്തെ മിനിറ്റിൽ അവരുടെ ഒരു ഓൺ ഗോളാണ് മത്സരം സമനിലയിലേക്ക് കൊണ്ടുപോയത്. നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് വന്നത് മുതൽ ഒരു പുതിയ എനർജിയാണ് നമ്മൾ സാൻഡോസിൻ്റെ നിരയിൽ കണ്ടത്. ഏതായാലും താരം ഏറെ നാളുകൾക്ക് ശേഷം മടങ്ങിയെത്തുന്നു. അത് വലിയ പ്രതീക്ഷയും നൽകുന്നുണ്ട്. ഇനിയിപ്പോൾ കാത്തിരിക്കുന്നത് നാളെ ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ പ്രഖ്യാപനമുണ്ട്. അപ്പോൾ കോച്ച് കാർലോ ആഞ്ചലോട്ടി താരത്തെ ടീമിലേക്ക് ഉൾപ്പെടുത്തുമോ എന്നുള്ളതാണ്. അതിനുള്ള സാധ്യത കുറവാണ്. എന്നാൽ പോലും നെയ്മർ പടിപടിയായിട്ട് തൻ്റെ മികവ് തിരികെ പിടിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകരിരിക്കുന്നു. കൂടുതൽ മികച്ച പ്രകടനങ്ങൾ വഴിയെ വരാനിരിക്കുന്നതേ ഉള്ളൂ. പരിക്കെന്ന വില്ലൻ മാറി നിൽക്കട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.